ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വായന ഭാഗം 2 ശമൂവേൽ 9 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ കുറിവാക്യം ന്യായാധിപന്മാർ 13 അധ്യായം 22 വാക്യം. ദൈവത്തെ കണ്ടതുകൊണ്ട് നാം മരിച്ചു പോകും എന്ന് മനോഹ ഭാര്യയോട് പറഞ്ഞു. വേദപുസ്തകത്തിലെ ഏറ്റവും ശക്തനായ പുരുഷനെ ജനിപ്പിച്ച സ്ത്രീരത്നമായിരുന്നു ശിംശോന്റെ അമ്മ അഥവാ മനോഹയുടെ ഭാര്യ. തിരുവചനത്തിൽ പേര് വെളിപ്പെടുത്താത്ത ധാരാളം സ്ത്രീരത്നങ്ങളിൽ ഒരുവളായിരുന്നു മനോഹയുടെ ഭാര്യയും. മാതൃകാപരമായ ഭാര്യാഭർത്തൃബന്ധം നയിച്ചിരുന്ന വ്യക്തികളായിരുന്നു ഇരുവരും. ഹൃദയങ്ങൾ തമ്മിലുള്ള ചേർച്ചയും ഐക്യവുമാണ് ഈ ബന്ധത്തിൻ്റെ അവിഭാജ്യ ഘടകം. പരസ്പരമുള്ള കരുതലും സ്നേഹവും ആശയ സംവേദനവുമെല്ലാം ഇവരുടെ ജീവിതത്തിലൂടെ നമുക്ക് ദർശിക്കാവുന്നതാണ്. ഈ സ്ത്രീരത്നത്തിൻ്റെ സ്വഭാവ ശ്രേഷ്ഠതകൾ എന്തെല്ലാമെന്ന് നമുക്ക് ഈ പ്രഭാതത്തിൽ ചിന്തിക്കാം. ഒന്നാമതായി, വിശുദ്ധ ജീവിതം നയിച്ച മാതാവ്. വേദപുസ്തകത്തിൽ പലർക്കും ദൈവദൂതൻ്റെ പ്രത്യക്ഷത ഉണ്ടാകുന്നു. ഇവിടെ ഈ മാതാവിനും ദൈവദൂതൻ പ്രത്യക്ഷനാകുന്നു. വന്ധ്യയായിരുന്ന മാതാവിന് നിനക്ക് ഒരു മകൻ ലഭിക്കും എന്ന ഉറപ്പ് നൽകുന്നു. ബാലൻ ഗർഭം മുതൽ ദൈവത്തിനു നാസീർ ആയിരിക്കും എന്നും ദൈവദൂതൻ പറയുന്നു. എന്താണ് നാസീർ വ്രതം? ഒരു പ്രത്യേക ശപഥത്തിലൂടെ യാഹ്വയ്ക്കായി വേർതിരിക്കപ്പെടുന്നതാണ് നാസീർ വ്രതം. ഈ വ്രതത്തിൻ്റെ ചില പ്രധാന പ്രമാണങ്ങൾ ഇവയായിരുന്നു: വീഞ്ഞും മദ്യവും വർജിക്കണം, മുടി കത്രിക്കാതെ വളർത്തണം, ശവത്തെ തൊടാതിരിക്കണം, ന്യായപ്രമാണപ്രകാരം അശുദ്ധമായത് ഭക്ഷിക്കാതിരിക്കണം. ഇവിടെ മകനെ മാത്രമല്ല ഇത്തരത്തിൽ ഒരുക്കുന്നത്, മറിച്ച് മാതാവും ഇവയെല്ലാം വർജിക്കണം. ആകയാൽ നീ സൂക്ഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവദൂതൻ മേൽ പറയപ്പെട്ടതായ കാര്യങ്ങളൊക്കെയും മനോഹയുടെ ഭാര്യയോട് പറയുന്നത്. ദൗത്യ നിർവഹണത്തിനായി മകനെ ഒരുക്കുന്നതോടൊപ്പം മാതാവും അഥവാ മാതാപിതാക്കന്മാരും വിശുദ്ധ ജീവിതം നയിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായിട്ട്, വിശ്വസ്തതയും ആഴമായ ദൈവവിശ്വാസത്തിന് ഉടമയും ആയിരുന്നു ഈ മാതാവ്. ഈ മാതാവിൽ പ്രകടമായ ഗുണങ്ങളൊന്നും തന്നെ ശിംശോന്റെ ജീവിതത്തിൽ എത്തിപ്പെട്ട മറ്റു സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല. അവർ പരാതിക്കാരും വശീകരിക്കുന്നവരും സ്വാർത്ഥരും എന്തും പ്രവർത്തിക്കാൻ മടി കാണിക്കാത്തവരും ആയിരുന്നു. അവർ ശിംശോനെ അധഃപതനത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ ശിംശോന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെയും മാതാവിൽ ദുഃഖവും നിരാശയുമൊക്കെ വരുത്തിയിരിക്കാം. എങ്കിലും ഈ മാതാവ് ഇവരിൽ നിന്നും വ്യത്യസ്തയായിരുന്നു. തൻ്റെ ഭർത്താവിനെയും വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന വ്യക്തിയായിരുന്നു ഈ മാതാവ്. കുറിവാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടതുപോലെ, ദൈവത്തെ കണ്ടതുകൊണ്ട് നാം മരിച്ചു പോകും എന്ന് മനോഹ ഭാര്യയോട് പറയുമ്പോൾ അവിടെ ആ ഭാര്യ തൻ്റെ ഭർത്താവിനെ ബലപ്പെടുത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. നമ്മെ കൊല്ലുവാൻ യഹോവയ്ക്ക് ഇഷ്ടമായിരുന്നു എങ്കിൽ അവൻ നമ്മുടെ കയ്യിൽ നിന്ന് ഹോമയാഗവും ഭോജനയാഗവും കൈക്കൊള്ളുകയോ ഇവയൊക്കെയും നമുക്ക് കാണിച്ചു തരികയോ ഈ സമയത്ത് ഇതുപോലുള്ള കാര്യം നമ്മെ അറിയിക്കുകയോ ചെയ്യുക ഇല്ലായിരുന്നു എന്ന് മനോഹയുടെ ഭാര്യ തൻ്റെ ഭർത്താവിനോട് പറയുന്നുണ്ട്. ദൈവദൂതനെ നേരിട്ട് കണ്ടതിനാൽ ഒരിക്കലും നമ്മളുടെ ജീവിതത്തിന് ഹാനികരമായതൊന്നും സംഭവിക്കുകയില്ല എന്നുള്ള ആ ഒരു വലിയ ഉറപ്പാണ് മനോഹയുടെ ഭാര്യ തൻ്റെ ഭർത്താവിന് നൽകുന്നത്. അദ്ദേഹത്തെയും വിശ്വാസത്തിൽ ഒന്നുകൂടെ ഉറപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതം വിശുദ്ധമാണോ? എൻ്റെ വിശ്വസ്തതയും ദൈവവിശ്വാസവും മറ്റുള്ളവരിലേക്ക് പകരപ്പെടുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഈ മാതാവിനെ പോലെ മാതൃകാപരമായ ജീവിതം നയിക്കുവാൻ എന്നെയും ഒരുക്കണമേ.